സത്യാഗ്രഹം പോലും നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വീണ വിജയനെ ചോദ്യം ചെയ്യാൻ അരുൺ പ്രസാദും സംഘവും തയ്യാറെടുപ്പിലോ? CMRലും KSIDCയും കടന്ന് അന്വേഷണം എക്സാലോജിക്കിലേക്ക് എത്തുമ്പോൾ ചോദ്യം ചെയ്യൽ തടയാൻ ക്രൈസിസ് മാനേജ്മെന്റ് സംഘം ഉണർന്നു. കൊച്ചിയിലല്ല, കർണാടക ഹൈക്കോടതിയിലാണ് SFIO അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജി. ചോദ്യം ചെയ്യാനും രേഖകൾ പിടിച്ചെടുക്കാനും അറസ്റ്റിലേക്ക് വരെ പോകാനും അധികാരമുള്ള SFIO പിടിമുറുക്കുന്നത് തടയാൻ CPM അരയും തലയും മുറുക്കിയിരിക്കുന്നു. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ എന്തും സംഭവിക്കാവുന്ന രീതിയിൽ അന്വേഷണം നടക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അന്വേഷണത്തെ ഭയക്കുന്നത് മടിയിൽ കനമുള്ളതിനാലോ? പ്രൈം ഡിബേറ്റിൽ ഈ കേസിലെ പരാതിക്കാരൻ ശ്രീ ഷോൺ ജോർജ്, മാധ്യമപ്രവർത്തകൻ ശ്രീ ആനന്ദ് കൊച്ചുകുടി, CPM സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ജയചന്ദ്രൻ, ഏത് അന്വേഷണവും വരട്ടെ നേരിടാൻ തയ്യാർ എന്നായിരുന്നു. അത് CPMന്റെയും പ്രഖ്യാപിത നിലപാടാണ്. പക്ഷേ ഇവിടെ SFIO അന്വേഷണം തടസ്സപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് സമയവും ചോദ്യം ചെയ്യൽ ഉണ്ടാവും എന്ന കാര്യം ഉറപ്പായിരുന്നുവല്ലോ. അപ്പോഴാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതിയിലെ ഈ ഹർജി. അതെ മഞ്ജുഷ്, ഇത് താങ്കൾ ചോദിക്കുന്നത് എന്തിനാണ് ഈ ഹർജി എന്നുള്ളതല്ലേ? അതല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ല, ഹർജി നിയമപരമായ ഒരു നടപടിയാണ്. അത് പോകുമെന്നുള്ള കാര്യം നമുക്കും അറിയാമായിരുന്നു. പക്ഷേ ഒളിക്കാൻ എന്തൊക്കെയോ ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അതാണ്. അപ്പോൾ എന്തും സംഭവിക്കാം എന്ന് ഇടയ്ക്ക് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തല്ലോ. ഞാൻ പറയട്ടെ, ഒന്നും സംഭവിക്കാനില്ല. ഈ കേസ് ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ കർണാടക ഹൈക്കോടതിയിൽ വീണ കേസ് കൊടുത്തതെന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം വരുന്നത്. അത് ഇവിടെ നമ്മൾ കണ്ടു, CMRLന്റെ ഓഫീസിൽ പരിശോധന, KSIDCയുടെ ഓഫീസിൽ പരിശോധന. രണ്ടും ആരെയും മുൻകൂട്ടി ഞങ്ങൾ ഇന്ന ദിവസം വരും, ഇത്ര മണിക്ക് വരും എന്ന് പറഞ്ഞിട്ടും അറിയിച്ചിട്ടും അല്ലല്ലോ SFIOയുടെ കടന്നുവരവ്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ വരുന്നു, പരിശോധന നടത്തുന്നു, പോകുന്നു. അപ്പോൾ മാധ്യമങ്ങൾ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ പുതിയ നരേറ്റീവും പുതിയ ബിൽഡപ്പും ഉണ്ടാക്കുകയാണല്ലോ. ഇനി അടുത്തത് വീണ വിജയനെ വീട്ടിലേക്ക് ചെന്ന് ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാം എന്നൊക്കെയുള്ള ബിൽഡപ്പുകൾ ഒരുപാട് ഉണ്ടാവുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികത നിഷേധിക്കപ്പെടാൻ പോകുന്നു എന്നിടത്തു നിന്നാണ് ഈ കേസ് കർണാടക ഹൈക്കോടതി ഇത്ര ഒരു കേസിലേക്ക് പോകുന്നതിൻ്റെ പശ്ചാത്തലം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസ് എന്ന് കോടതി പരിഗണിച്ചാലും ഇതൊരു സ്റ്റേയിലേക്കൊക്കെ പോകുന്നോ, സ്റ്റേ കിട്ടുമെന്നോ വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഒരു കാര്യം കോടതിയിൽ നിന്നുണ്ടാവും, കർണാടക ഹൈക്കോടതി ഏത് ദിവസം എടുത്താലും ഒരു വസ്തുതയുണ്ടാവും. എന്താണ് നിങ്ങൾ വീണ വിജയനെതിരെ വെക്കുന്ന ലക്ഷ്യങ്ങൾ, അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ വീണ വിജയനെയോ എക്സാലോജിക്കിനെയോ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ കാരണങ്ങൾ, അത് കോടതിയുടെ മുമ്പാകെ വിശദീകരിക്കാൻ SFIO ബാധ്യസ്ഥമാകും. അതുതന്നെയാണ് വേണ്ടത്. ഇവിടെ കേരള ഹൈക്കോടതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ROCയുടെ റിപ്പോർട്ട്. അതേ രീതിയിൽ പുറത്തുവരും. വേട്ടയാടൽ. ഈ ROCയുടെ റിപ്പോർട്ട്, ROC എന്ന് പറഞ്ഞാൽ 2 ROC റിപ്പോർട്ടുകളുണ്ട്, കൊച്ചിയിലെയും ബംഗളൂരുവിലെയും. അപ്പോൾ 2 ROC റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരും. അത് പൊതുസമൂഹത്തിൽ ചർച്ചയാകും. ഗുരുതരമായ കണ്ടെത്തലുകളാണ് ROC റിപ്പോർട്ടിലുള്ളതെന്നാണല്ലോ, അതിലാണല്ലോ ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടരന്വേഷണത്തിലേക്ക് SFIO പോയിട്ടുള്ളൂ. കാണേണ്ടതെല്ലാം ROC കണ്ടിട്ടുണ്ട്, ക്രമക്കേടുകളെല്ലാം. അല്ലെങ്കിൽ അന്വേഷണം അവിടെ വെച്ച് അവസാനിപ്പിച്ചേനെ, ഒരു പ്രശ്നവും ഇല്ലായിരുന്നുവെങ്കിൽ. മഞ്ജുഷ് എന്താണ് ഈ പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം ROCയുടെ അധികാരം എന്തൊക്കെയാണ്, അധികാര പരിധി എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ പ്രാഥമികമായിട്ടൊന്ന് തിരക്കിയാൽ മതിയല്ലോ. മഞ്ജുഷിന് അറിയാത്ത കാര്യങ്ങളല്ലോ ഇതൊന്നും. ROCക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? SFIOയുടെ ലെവലും പാരാമീറ്റേഴ്സും അവരുടെ എന്താണ് അന്വേഷണ
പരിധിയൊക്കെ വേറൊരു രൂപത്തിലാണ്. അത് ഞാൻ അതിലേക്ക് വരാം. SFIO അന്വേഷണത്തിലേക്ക് വന്നത് ഈ ROC റിപ്പോർട്ട് കാരണമാണ്. അവർക്ക് എന്താണ് ഈ പറയുന്നത് പോലെ ഗുരുതരമായ ശുപാർശ വരില്ലായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ROC വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്നല്ല ഞാൻ പറഞ്ഞത്. ആ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത് കൊണ്ടാണ് SFIO അന്വേഷണത്തിന് ശുപാർശ വന്നതും അന്വേഷണം തുടങ്ങിയതും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാനും വായിച്ചതാണ് മഞ്ജുഷ, ഇതൊക്കെ ഞാനും വായിച്ചതാണ്. ROC റിപ്പോർട്ടിലൊന്നും ഒരു ഗുരുതരമായ കണ്ടെത്തലുമില്ല. അതിപ്പോൾ ഷോൺ ജോർജ് നേരത്തെ പല ചാനലുകളിലും പറഞ്ഞു, ഇപ്പം ഇവിടെയും പറയുമായിരിക്കാം. അതൊക്കെ ഇരിക്കട്ടെന്നേ. ഈ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന എന്താണ്, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഒരു ഓർഡർ ഉണ്ടല്ലോ, 71 പേജുള്ള ഉത്തരവ്. ആ ഉത്തരവാണല്ലോ അടിസ്ഥാന രേഖയെന്ന് പറയുന്നത്. ഈ SFIO അടക്കം അന്വേഷിക്കുന്നതിൻ്റെ അതിന് ഹേതുവായിട്ടുള്ള സംഗതി എന്താണ്? ഈ പിന്നെ 71 പേജുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് തന്നെയാണല്ലോ. അതാണെന്നേ കാര്യം. അല്ലാതെ എക്സാലോജിക്കായിട്ടുള്ള അതൊക്കെ പിന്നെ വേറെ കേസ്, അത് വിടൂ. നിങ്ങൾ ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ CMRLന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന് ROCയുടെ എന്ത് കണ്ടെത്തൽ വരാനാണ് ഇരിക്കുന്നത്? അതൊക്കെ വേറെ കാര്യം. അത് കോടതിയിൽ പിന്നെ ബന്ധപ്പെട്ടവർ ചോദ്യം ചെയ്തോളും, പോയിക്കോളും. അത് ഞാൻ പറയുന്നത് അതൊന്നുമല്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ വഴിക്ക് തന്നെ വരട്ടെ. ഞാൻ പറഞ്ഞു ഈ തിങ്കളാഴ്ച വരും, ഇന്ന് വരുമെന്ന് ചിലർ പറഞ്ഞു, ഇനി തിങ്കളാഴ്ച വരുമെന്ന് ചിലരൊക്കെ ഇപ്പോൾ പറയുന്നു. എന്ത് വന്നാലും ഹൈക്കോടതിയിൽ നിന്ന്, കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ആവശ്യമായിട്ട് ഞാൻ കരുതുന്ന ഇതാണ്: എന്താണ് നിങ്ങളുടെ SFIOയുടെ പിന്നെ ഈ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ, ഇവരുമായി ബന്ധപ്പെട്ട് എക്സാലോജിക്കുമായിട്ടും വീണ വിജയനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതിയിൽ കർണാടക ഹൈക്കോടതി SFIO വിശദീകരിക്കേണ്ടി വരും. അതാണ് അറിയാനിരിക്കുന്നത്. മറ്റൊരു കാര്യം, മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷൻ 14% ഓഹരി CMRലുള്ള കേരള വ്യവസായ വികസന കോർപ്പറേഷൻ കേരള ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഒരു ഹർജി കൊടുത്തുവല്ലോ, ഈ അന്വേഷണം അവരിലേക്ക് നീണ്ട സമയത്ത്. അപ്പോൾ ഹൈക്കോടതി എന്താണ് പറഞ്ഞത്? ഭയമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണം തടയാൻ നോക്കുന്നത്? നടക്കട്ടെ എന്നാണ്. അതൊരു ചൂണ്ടുപലകയാണ്. അല്ല, അത് ഹൈക്കോടതിയുടെ ഉത്തരവിലാണുള്ളത്. ഹൈക്കോടതി വാക്കാൻ അങ്ങനെ പറയുന്നത് മാധ്യമങ്ങൾ വാർത്തയാകരുതെന്ന് എത്രയോ പ്രാവശ്യം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് മഞ്ജുഷേ. പക്ഷേ വേണ്ടതാണ്. അതൊരു നിർദ്ദേശം തന്നെയായിരുന്നു. അപ്പൊ അതൊക്കെ ഉപയോഗിക്കാം. പോകേണ്ടി വന്നേനെ. KSIDCയിൽ നിന്ന് അരുൺ പ്രസാദിനും സംഘത്തിനും ഇറങ്ങിപ്പോകേണ്ടി വന്നേനെ. അതാണല്ലോ KSIDC ഉദ്ദേശിച്ചത്. ഈ 14% ഓഹരി പങ്കാളിത്തം CMRL ഉണ്ടായിട്ടും ഈ ഡയറക്ടർ ബോർഡ് അംഗം അവിടെ പോയി എന്തെടുക്കുകയായിരുന്നു? ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുകയാണോ എന്നുള്ള അന്വേഷണം തടയുവാനാണ് KSIDC ശ്രമിച്ചത്. സർക്കാരിന്റെ ഓഹരി പങ്കാളിത്തം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നികുതി പണമാണ്. അങ്ങനെയുള്ള വ്യവസായ വികസന കോർപ്പറേഷനാണ് CMRLൽ പോയി അത് തടയാൻ ഹൈക്കോടതി ശ്രമിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞു പറ്റില്ല, നടക്കട്ടെ എന്ന്. അതെ, നടക്കട്ടെ എന്ന് പറഞ്ഞു, നടന്നു. KSIDC തങ്ങളുടെ എന്താണ് CMRL റോള് അവിടെ മാത്രമല്ല, KSIDCക്ക് ഓഹരിയുള്ള സ്ഥാപനങ്ങളുടെ അടക്കം റോൾ എന്താണ് പൊതുവായിട്ടുള്ളതെന്നും CMRL പ്രത്യേകമായിട്ട് എന്താണുള്ളതെന്നും ഒക്കെ രേഖാമൂലം തന്നെ KSIDC കൊടുത്തിട്ടുമുണ്ട് SFIOക്ക്. അതവിടെ നിൽക്കട്ടെ, അത് അവരുടെ കാര്യമല്ലേ. അതല്ല നമ്മൾ ചർച്ച, അതുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. അവിടെ 13 14 ഇനി ഇൻ കേസ് 15 പോലും പറഞ്ഞോളൂ, 15% ഓഹരിയുള്ള കമ്പനിക്ക് എന്താണ് സ്റ്റേക്ക് എന്നുള്ളതൊക്കെ അവർ വ്യക്തമായും വിശദീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അത് മറ്റൊരു കാര്യം വിശദീകരിച്ചിട്ടില്ല. എം ജയചന്ദ്രൻ ഒരു വിശദീകരണവുമില്ല. ROCകളുടെ അന്വേഷണത്തിൽ ഒരു രേഖയും ഇടപാടിനെ കുറിച്ചുള്ള ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിനും കഴിഞ്ഞിട്ടില്ല, CMRLനും കഴിഞ്ഞിട്ടില്ല, KSIDCക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അതല്ലെങ്കിൽ അന്വേഷണം അവിടെ വെച്ച് തീർന്നേനെ. ഒരു ക്രമക്കേടും ഇല്ല എങ്കിൽ അവിടെ വെച്ച് തീർന്നേനെ. താങ്കൾ പറഞ്ഞു എന്താണ് കണ്ടെത്തിയത് ROC എന്ന്. അല്ല, അത് വരാൻ പോകുന്നല്ലേ ഉള്ളൂ. നോക്കിയവരാണല്ലോ ഈ അന്വേഷിക്കുന്നത്. അറിയാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്താ ഉള്ളതെന്ന്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ശ്രീ എം ജയചന്ദ്രൻ പറയുന്നത് ഒന്നും സംഭവിക്കില്ല ഈ കേസിൽ. ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഒരു ചോദ്യം ചോദിക്കാനാണ് സാധ്യത. എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഇക്കാര്യം ശരിയാണ്, അന്വേഷണത്തിന് ഇതുവരെയുള്ള പുരോഗതി കൊടുക്കേണ്ടി വന്നേക്കാം, നമുക്കത് നേരത്തെ പറയുവാൻ പറ്റില്ല. പക്ഷേ അതിനും കൂടി വേണ്ടിയാണല്ലോ ഇത്തരമൊരു അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കർണാടക ഹൈക്കോടതിയിലേക്ക് പോയതും ഒരു തന്ത്രപരമായ നീക്കമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നതിനേക്കാൾ കർണാടക ഹൈക്കോടതിയിൽ പോയാൽ ഈ
തലസ്ഥാനത്തുള്ള റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും ഒക്കെ ഒഴിവാക്കാം, അങ്ങനെയുള്ള ഉദ്ദേശം കൂടി ഉണ്ടാവുമല്ലോ അതിനകത്ത്. വലിയൊരു നിയമസംഘമാണ് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി. മഞ്ജുഷ്, നമുക്ക് ഓർമ്മയുണ്ടാകും പണ്ട് ഈ വീണ വിജയൻ്റെ AKG സെൻറ്റർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്രസ് വിവാദം. അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അത് ശരിയാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു. അത് എവിടെ പോയി വീണ വിജയനെ ചോദ്യം ചെയ്യേണ്ടി വരും? ക്ലിഫ് ഹൗസിൽ വേണ്ടി വരുമോ, അതോ മന്ത്രി റിയാസിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ വേണ്ടി വരുമോ എന്നൊക്കെ തുടങ്ങിയുള്ള മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ആദ്യത്തെ കുറച്ച് ഒന്ന് പരിങ്ങി നിന്ന ശേഷം എന്ന് പറയുന്നത് ആദ്യമൊക്കെ മാധ്യമങ്ങൾക്ക് നേരെ വളരെ പുച്ഛത്തോടെ AK ബാലനും CPM-ൻ്റെ മുതിർന്ന നേതാക്കളും പറഞ്ഞുകൊണ്ടിരുന്നത് വീണ വിജയന് ഇതിൽ ഒരു ക്ലാരിഫിക്കേഷൻ നടത്താൻ പോലുമുള്ള ഒരു അവസരം കിട്ടിയില്ല. ഈ എക്സ് പാർട്ടിയായിട്ട് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് വിധി നിർണയിച്ചു, ഓർഡർ ഇട്ടു. അതിൻ്റെ അകത്ത് വീണ വിജയൻ ഒരു കക്ഷി പോലുമല്ല. എന്നിട്ടാണ് CPM-കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ എക്സാലോജിക്ക് എക്സ് പാർട്ടിയായിട്ട് നിർത്തി ഒരു വിധി വന്നിരിക്കുകയാണ്, വീണ വിജയൻ്റെ വശം ആരും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നമുക്കറിയാം ഇവിടെ ഷോൺ ജോർജിൻ്റെ പരാതി, അതിനുശേഷം ഇവിടെ ROCയുടെ ഉത്തരവ് വരുന്നു. അതിനുശേഷം KSIDC ആണ് ആദ്യം കേരള ഹൈക്കോടതിയിൽ പോകുന്നത്. കേരള ഹൈക്കോടതി KSIDCയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഭയമുണ്ടോ? പൊതുമേഖലാ സ്ഥാപനമല്ലേ KSIDC, അവിടെ പൊതുജനങ്ങളുടെ പണമല്ലേ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ആദ്യം എല്ലാവരും കരുതിയത് ഈ KSIDC ആദ്യം പോകുന്നത് ഏറ്റവും ഈ കാര്യത്തിൽ KSIDCക്ക് ആണ് ഏറ്റവും സേഫായിട്ട് കളിക്കാൻ പറ്റുന്നത്. അവർക്ക് 25 ലക്ഷം രൂപയുടെ ഒരു സിറ്റിങ്ങിന് 25 ലക്ഷം രൂപ ആലോചിക്കുക. ഈ ആകെയുള്ള തുക വീണ വിജയൻ ഒരു സേവനം കൊടുക്കാതെ വീണ വിജയന് കിട്ടിയിരിക്കുന്ന മാസപ്പടി, അത് വീണ വിജയനും വീണ വിജയൻ്റെ ഷെൽ കമ്പനിക്കും കൂടെ കിട്ടിയ മാസപ്പടി എന്ന് പറയുന്നത് 1.72 കോടിയാണ്. ഇപ്പോൾ 2 സിറ്റിംഗ് കഴിഞ്ഞ KSIDCയുടെ വക്കീലിന് 25-50 ലക്ഷം കൊടുത്തു കഴിഞ്ഞു KSIDC. പൊതുജനം സഹിക്കണം. അത് ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പൊതുജനം സഹിക്കേണ്ടി വരുന്നതാണ്. ഓരോ സിറ്റിങ്ങിനും 25 ലക്ഷം കൊടുക്കേണ്ട ശ്രീ വൈദ്യനാഥനെ കൊണ്ടുവരികയാണ് KSIDCക്ക് വേണ്ടി വാദിക്കുന്നതിന് വേണ്ടി. നമ്മളിതെല്ലാം കാണേണ്ടി വരും. കാരണം മുഖ്യമന്ത്രിയുടെ മകളെ കൂടി രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ശ്രമങ്ങൾ നടക്കുന്നത്. ഈ KSIDCയുടെ ആളുണ്ടായിരുന്നുവല്ലോ CMRLന്റെ ഡയറക്ടർ ബോർഡിൽ. ഇതെല്ലാം കണ്ടിട്ടും മിണ്ടാതിരുന്നയാൾ, അല്ലെങ്കിൽ ഈ ക്രമക്കേടിന് കൂട്ടുനിന്നയാൾ, ആ KSIDC ഡയറക്ടറെ കൂടി രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ലേ ഈ ശ്രമം? മഞ്ജുഷ്, ചോദ്യം എന്നോടാണോ? അതെ. തീർച്ചയായും ഇവിടെ KSIDCക്ക് സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്. പക്ഷേ അതൊന്നും ബാധകമല്ല. ഇവർക്ക് ഓരോ കേസ് വരുമ്പോഴും കഴിഞ്ഞ 7.5 വർഷമായിട്ട് CPM-നെ ബാധിക്കുന്ന ഏതൊക്കെ കേസ് വന്നാലും സുപ്രീം കോടതിയിൽ ഉള്ള ചില സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ ദില്ലിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ചില സീനിയറായിട്ടുള്ള വക്കീലന്മാർക്ക് ചാകരയാണ്. എത്ര പൈസയാണ് ഇവിടെ ഓരോ കേസുകളിലും ചെലവാക്കിയിരിക്കുന്നത്. CPM-ഉം ആയിട്ട് ബന്ധപ്പെട്ട ചില ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ, അതായത് CPM-ൻ്റെ ആൾക്കാർ പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെ ഇതിന് സർക്കാർ ചിലവാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. ഈ കാര്യത്തിൽ വീണ വിജയനെ പലതരത്തിൽ ന്യായീകരിച്ചുകൊണ്ടിരുന്ന CPM-കാർ ഈ അവസാനത്തെ ന്യായീകരണമായിട്ട് സഖാവ് ബാലൻ ഇന്നലെ വന്നത് ഇത് ഷോൺ ജോർജിൻ്റെ പരാതിയിൽ SFIO അന്വേഷണം എന്നുള്ള ആവശ്യം ഹൈക്കോടതിയിൽ നിൽക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു SFIO അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്, അത് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു ന്യായീകരണമാണ് വന്നത്. അത് തന്നെയാണ് ഇന്ന് ഇപ്പോൾ റിട്ട് പെറ്റീഷനിൽ നോക്കിയപ്പോൾ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നതും. അതായത് ഇവിടെ ഇങ്ങനെയുള്ള ഒരു വിധി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തീരുമാനം, കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ തീരുമാനം വരുന്നത് അത് സ്വാഭാവിക നീതിക്കെതിരാണെന്നും അത് പലതരത്തിൽ ഇല്ലീഗലാണെന്നൊക്കെയുള്ളതാണ് അവരുടെ പ്രയർ. പക്ഷേ അങ്ങനെ പിന്നെ അതുകൂടാതെ ഇതുവരെയുള്ള ഡോക്യുമെൻറ്റുകളെല്ലാം വിളിച്ചു വരുത്തണം. അവർക്ക് ചില ഡോക്യുമെൻറ്റുകളൊന്നും അവരുടെ കയ്യിൽ കിട്ടാത്ത അതുപോലെയുണ്ട്. കാരണം അവർക്ക് മുഴുവൻ ഡോക്യുമെൻറ്റുകളും
അവർക്ക് അതിന് ആക്സസ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർഒസിയുടെ റിപ്പോർട്ടാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ 2 റിപ്പോർട്ടുകളും അത് ഈ SFIO അന്വേഷണത്തിലേക്ക് വഴി തെളിച്ചവയാണല്ലോ. ആ റിപ്പോർട്ടുകളും സ്വാഭാവികമായിട്ടും ആവശ്യപ്പെടും. അത് കക്ഷികൾ എന്ന നിലയ്ക്ക് കിട്ടുവാൻ അവർക്ക് അർഹതയുള്ള കാര്യവുമാണ്. പക്ഷേ ഈ ROC നേരത്തെ ശ്രീ M ജയചന്ദ്രൻ പറയുകയാണ് ROC റിപ്പോർട്ടിലൊന്നും ഉണ്ടായിരിക്കില്ല എന്ന്. പക്ഷേ അങ്ങനെ കരുതാൻ പറ്റുമോ? ഈ ROC റിപ്പോർട്ടല്ലേ ഈ അന്വേഷണത്തിന്റെ SFIO അന്വേഷണത്തിലേക്ക് നയിച്ചത്? ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഒരു അന്വേഷണത്തിന്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ശ്രീകാന്ത് കൊച്ചുകൂടി. അല്ല, ഈ ROC റിപ്പോർട്ട് എൻ്റെ കയ്യിലില്ല. പക്ഷേ മാധ്യമങ്ങളിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ആ സ്ക്രീൻഷോട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ROC റിപ്പോർട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. അതായത് ഈ കേസിൽ CBI അന്വേഷണം അല്ലെങ്കിൽ ED അന്വേഷണം, EDയുടെയും CBIയുടെയും അന്വേഷണം ഈ കേസിൽ ലെജിറ്റിമേറ്റ് ആയിട്ട് ന്യായമായിട്ടും അതിൻ്റെ ഒരു പരിസമാപ്തി അങ്ങനെയാണ്, അല്ലെങ്കിൽ അതിലേക്കാണ് പോകേണ്ടത് എന്നാണ് ROC റിപ്പോർട്ട്. ഇപ്പോഴത്തെ SFIO അന്വേഷണത്തെക്കാൾ വളരെ വെള്ളം കുടിക്കുന്നതും ഇതിനേക്കാൾ ബുദ്ധിമുട്ടാകുന്നതും ഉള്ള അന്വേഷണമാണ് EDയുടെയും CBIയുടെയും. കാരണം ഇതിൻ്റെ അകത്ത് അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ വരുന്നുണ്ട്. കള്ളപ്പണ വെളുപ്പിക്കൽ, മണി ലോണ്ടറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിയമലംഘനം വരുന്നുണ്ട്. ഇത് ഒരു ഫിറ്റ് കേസാണ് EDക്കും CBIക്കും എന്നാണ് ROC റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ ഈ SFIO അന്വേഷണം എന്ന് പറയുന്നത്, SFIO അന്വേഷണം അവർ വളരെ ചടുലമായിട്ട് 2 ദിവസമായിട്ട് ആദ്യം കർത്തായുടെ CMRലും പിന്നീട് തിരുവനന്തപുരത്ത് KSIDCയിലും ഒക്കെ പോയി അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ വീണ വിജയന് നോട്ടീസ്, അന്വേഷണത്തിന് നോട്ടീസ്, ഒരു ചോദ്യം ചെയ്യലിന് നോട്ടീസ് വരുമെന്ന ഘട്ടത്തിലാണ് കൃത്യമായിട്ട് ഇത് കർണാടക ഹൈക്കോടതിയിൽ പോയി ഇങ്ങനെ ഒരു റെഡ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതും. അത് അങ്ങനെ ഒരു ഇവൻച്വാലിറ്റി, അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോയാൽ അത് കർണാടകയിൽ വെച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം പറയാൻ CPMന് എളുപ്പമാകുന്ന രീതിയിൽ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രതിരോധം തീർക്കുന്നത് ഇവിടെ CPMന്റെ ഉന്നത നേതൃത്വമാണ്. ബിനീഷ് കോടിയേരിയുടെ കേസിലോ മറ്റൊരു കേസിലുമോ ഇതുവരെ കാണാത്ത രീതിയിൽ ഈ കേസിൽ തുടക്കം മുതൽ ഇതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നത് CPMന്റെ സീനിയർ നേതാക്കൾ, സംസ്ഥാന സെക്രട്ടറി, അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് ഇതിന് പ്രതിരോധം സൃഷ്ടിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു പരിസമാപ്തിയാണ് ഇപ്പോൾ ഈ 25 ലക്ഷം നമ്മൾ KSIDCയുടെ വക്കീലിന് കൊടുക്കുന്ന കാര്യം പറയുന്നു. ഈ സുപ്രീം കോടതിയിലെ എത്രയോ വക്കീലന്മാരെ ഇവർ ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതിൽ ഓരോ നീക്കങ്ങൾ നടക്കുമ്പോഴും അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണല്ലോ ഈ അതൊരു ക്രൈസിസ് മാനേജ്മെന്റ് തന്നെയാണ്. എന്തായാലും വീണ വിജയനിലേക്ക് അന്വേഷണം എത്തരുത്, ചോദ്യം ചെയ്യൽ ഉണ്ടാകരുത്, ഇത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം സ്വാഭാവികമായിട്ടും നടക്കും. അത് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വീക്കാണോ ഇല്ലയോ, ദുർബലമാണോ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ? അതായത് പ്രതിപക്ഷം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെയും UDFന്റെയും കാര്യമാണ്. ഇതുവരെയുള്ള അവരുടെ പ്രതികരണങ്ങൾ മതിയാകുമോ? ഇവിടെ ഷോൺ ജോർജ് എന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു അന്വേഷണം പോലും ഉണ്ടാകുമായിരുന്നില്ലല്ലോ. സംശയമുണ്ടോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? നിയമ നടപടികളിലേക്ക് പോകുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒന്ന് ചെയ്തോ? ഇവിടെ ഈ വിജിലൻസിലേക്ക് പോകും എന്ന് പറഞ്ഞതല്ലാതെ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയതല്ലാതെ സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ചിട്ട് ഒരു കാര്യവുമില്ലല്ലോ. അതിനും അപ്പുറത്തേക്ക് ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് വേണ്ടി നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസും UDFും തയ്യാറായില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി? അപ്പോൾ അവിടെ ഈ 135 കോടിയുടെ ഇടപാടിൽ UDFന്റെ നേതാക്കളും ഉണ്ട്, അവരുടെ പേരും ഉണ്ട്. അതാണോ പുറകോട്ട് വലിച്ചത്? ഇപ്പോഴെന്തായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇനി നിയമ നടപടിയിലേക്ക് തന്നെ പോകുമെന്ന്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കളുടെ നിരീക്ഷണം? തീർച്ചയായും കോൺഗ്രസിന് ഒരു പ്രതിരോധമാണ്. UDF മൊത്തത്തിൽ പ്രതിരോധത്തിലാണ് ആ കാര്യത്തിൽ നോക്കിയാൽ. ഇപ്പോൾ PV എന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ഹാൻഡ്സപ്പ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. PV എന്ന ഇനീഷ്യലും പിണറായി വിജയനും. ഈ വീണ വിജയൻ്റെ മാസപ്പടി കൂടാതെ പിണറായി വിജയനും ഈ കർത്തയുടെ കയ്യിൽ നിന്ന് പണം പറ്റിയിട്ടുണ്ട്. അത് ഈ ഇൻകം ടാക്സിൻ്റെ റിബേറ്റോ അല്ലെങ്കിൽ അതിന് ഇൻകം ടാക്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇളവ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടേണ്ടതാണ്. അത് UDFന്റെ പാർട്ടികൾ, അതായത് കോൺഗ്രസ്, മുസ്ലിം ലീഗിന് നേതാക്കളുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ട്. OC എന്ന ഉമ്മൻചാണ്ടി, RC എന്ന രമേശ് ചെന്നിത്തല, IK എന്ന ഇബ്രാഹിം കുഞ്ഞ്, KK എന്ന കുഞ്ഞാലിക്കുട്ടി,
ഇതുപോലെയുള്ള നേതാക്കളുടെ പേര് അതിൻ്റെ അകത്തുണ്ട്. അത് കൂടാതെ ഒരു പേര് PV എന്ന പിണറായി വിജയനാണ്. PV എന്ന് മാത്രമല്ല പിണറായി വിജയൻ എന്നും അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് മൊത്തത്തിൽ മലയാള മനോരമയിൽ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ട് മുഖ്യമന്ത്രി വിചാരിക്കുന്നത് PV എന്ന് എഴുതി വച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പാർട്ടിയുടെ അണികളെങ്കിലും അങ്ങനെ വിശ്വസിക്കുമെന്നായിരിക്കും. എന്തായാലും UDF ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാകുന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം അവരുടെ നേതാക്കൾ ഈ പേര് എഴുതി വെച്ചിട്ടുള്ള ആൾക്കാർ കൂടാതെ അല്ലാത്ത ആൾക്കാർ വരെ ഈ കർത്തയുടെ കയ്യിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കോ അല്ലാതെയോ പണം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള ശ്രുതികളൊക്കെ കേൾക്കുന്നുണ്ട് പല നേതാക്കളും. ഇപ്പോൾ ഈ വാർത്ത മലയാള മനോരമ ബ്രേക്ക് ചെയ്ത ദിവസം നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസാന ദിവസമായിരുന്നു ഒരു സെഷനിൻ്റെ. ആ അവസാന ദിവസം പെട്ടെന്ന് തന്നെ ചില നേതാക്കൾ എറണാകുളത്തേക്ക് തിരിക്കുന്നു. ചിലർ നിയമസഭാ സമ്മേളനം പൂർത്തിയാകാൻ കാത്തു നിൽക്കാതെ പോകുന്നു. മാത്യു കുഴൽനാടനും 5-6 UDF MLA അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആൾക്കാരാണ് അതിന് ഒന്ന് പ്രതികരണമൊക്കെ നടത്തിയത്. മാത്യു കുഴൽനാടൻ അതിൻ്റെ അകത്ത് ആ കാര്യത്തിൽ വളരെ ശുഷ്കാന്തി കാണിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ CPM എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചത്? അദ്ദേഹത്തിൻ്റെ വീട് പോയി അളന്നു. അദ്ദേഹത്തിൻ്റെ റിസോർട്ട് അത് ഈ നിയമത്തിലെ ഒരു ലൂപ്പ് ഹോൾ എന്ന് പറയും, പഴുതുപയോഗിച്ച് അദ്ദേഹം ഒരു റിസോർട്ട്, ഒരു ഹോം സ്റ്റേ എന്ന രീതിയിൽ അദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹം ആ കാര്യത്തിൽ അദ്ദേഹം നിയമലംഘനം നടത്തി, അദ്ദേഹം ഒരു കള്ളനാണ് എന്ന രീതിയിൽ ഇവിടെ CPMൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റി അതിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അദ്ദേഹത്തെ കൊടുക്കാൻ നോക്കി, പൂട്ടാൻ നോക്കി, പറ്റിയിട്ടില്ല. പക്ഷേ UDFൻ്റെ മറ്റ് നേതാക്കൾ അവർ തീർച്ചയായും അവർക്കിതിൽ കൂടുതൽ ഇടപെടാനുള്ള എല്ലാ വകുപ്പും ഉണ്ടായിരുന്നു. അവരുടെ യുവ നേതാക്കൾക്കെങ്കിലും അവർ ഈ പണം വാങ്ങിക്കാത്ത, കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കാത്ത നേതാക്കളെങ്കിലും ഈ കാര്യത്തിൽ കുറച്ചുകൂടി ശുഷ്കാന്തി കാണിക്കാമായിരുന്നു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് എനിക്കുള്ളത്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇക്കാര്യത്തെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പക്ഷേ ഇക്കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുമാത്രമല്ല നിയമ നടപടികളിലേക്ക് പോകുമെന്ന് അദ്ദേഹം പറയുകയുമുണ്ടായി. ശ്രീ VD സതീശന്റെ വാക്കുകൾ കേൾക്കാം, അതിനുശേഷം ചർച്ചയിലേക്ക് വരാം. കേരളത്തിൽ UDFനും കോൺഗ്രസിനും കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവാണ്. അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്നുണ്ടോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറയാം, അത്ര കണ്ട് കഴിയുന്നില്ല. പ്രതിപക്ഷത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നത് മാധ്യമങ്ങളല്ല, നിങ്ങൾ ആരുമല്ല, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. പ്രതിപക്ഷ നാവ് കൂടിയാണ് മാധ്യമങ്ങൾ. അല്ലല്ല, അതൊന്നല്ല, ഞങ്ങള് യാതൊല്ല, നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ടല്ല പ്രതിപക്ഷത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്നത്. ഈ ആരോപണം വന്നു ഇല്ലേ? ഈ ആരോപണം ഒരു മലയാള ദിനപത്രത്തിൽ, മലയാള മനോരമയിലാണ് വന്നത്, രാവിലെ അല്ലേ? രാവിലെയാണ് വന്നത്. അന്ന് നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പത്രസമ്മേളനം നടത്തി ഈ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് ഞാനാണ്. പിന്നെ അസംബ്ലി കൂടിയ, അന്ന് അസംബ്ലി അവസാനിക്കുകയാണ്, അസംബ്ലി കൂടിയ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ, 2 ദിവസങ്ങളിൽ തന്നെ ഇത് അഴിമതി ആരോപണമായി ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുകയാണ്. നിയമസഭയ്ക്ക് പുറത്ത് കേരളം മുഴുവൻ ഞങ്ങളുടെ നേതാക്കൾ, എല്ലാ നേതാക്കളും ഈ വിഷയം ആവർത്തിച്ച് പറയുകയും ചെയ്തതാണ്. ഞങ്ങൾ നടത്തിയ വിചാരണ സദസ്സിലെ പ്രധാനപ്പെട്ട അജണ്ട ഈ മാസപ്പടി വിവാദമായിരുന്നു. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് താങ്കളുടെ ഒരു ഇന്റർവ്യൂ എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ താങ്കൾ പറഞ്ഞത് ഈ മാസപ്പടി കേസിൽ നിയമ നടപടികളിലേക്ക് പോകും, എന്താണ് വിജിലൻസ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എവിടെ നിയമ നടപടി? ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തല്ലോ, അതിൻ്റെ ഇടയിൽ അന്വേഷണം വന്നല്ലോ. ഇപ്പോൾ അന്വേഷണം നടക്കുകയല്ലേ, ഇപ്പം അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഈ SFIO അന്വേഷണം അല്ല, അതിനു മുമ്പും അന്വേഷണം തുടങ്ങിയല്ലോ. ഈ SFIO അന്വേഷണം വന്നത് പ്രതിപക്ഷത്തിന്റെ ഒരു അല്ലല്ല, അന്വേഷണം നടക്കുമല്ലേ. വിജിലൻസ് അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. ഇത് വിജിലൻസ് അന്വേഷിക്കേണ്ട കേസ് അല്ലല്ലോ. നിയമ നടപടികളിലേക്ക് പ്രതിപക്ഷം പോകാതിരുന്നത് ഇന്ററിം സെറ്റിൽമെന്റിന്റെ ഉത്തരവിൽ പ്രതിപക്ഷത്തെ നേതാക്കളുടെയും പേരുകൾ ഉള്ളത് കൊണ്ടായിരുന്നു. RC, OC, കുഞ്ഞാലിക്കുട്ടി, ഇബ്രാഹിം കുഞ്ഞ്, ഈ പേരുകൾ ഉള്ളത് കൊണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ വളരെ വിശദമാക്കിയിട്ടാണല്ലോ. അവരെല്ലാം അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്, ഞങ്ങൾ അവരുടെ അഭിപ്രായം പറയുന്നുണ്ട്. കോടതിയിൽ ആ മാറ്റർ ഉണ്ട്. സർവീസ് കൊടുക്കാതെ പണം, അത് മണി ലോണ്ടറിങ് ആണ്, കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയുള്ള സമയം. മണി ലോണ്ടറിങ് അന്വേഷിക്കേണ്ട ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. ഞങ്ങളുടെ കേസ് എന്താ? ഞങ്ങളുടെ കേസ് കേന്ദ്ര ഏജൻസികൾ ഒരു അന്വേഷണവും മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായിട്ട്. കാരണം എന്താ? അത് അങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ ബെനഫിഷ്യറി, അതിൻ്റെ ലാഭം കേരളത്തിലെ കോൺഗ്രസിനും UDFനും ആയിരിക്കും എന്ന് BJP തിരിച്ചറിയുന്നു. BJP കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്.
BJP നേതാക്കളടക്കം ഏറ്റവും വലിയ ആയുധമാണ് ഈ മാസപ്പടി കേസ്. പക്ഷേ അത് ഉന്നയിക്കുന്ന കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പരാജയമാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ. താങ്കൾ എങ്ങനെ ഞാൻ സംസാരിച്ചാലും ഞാനെങ്ങനെ സംസാരിക്കുന്നു? ഈ വിഷയം അതുകൊണ്ട് അവരാണ് അന്വേഷിക്കേണ്ടത്. കേരളത്തിൽ വരുമ്പോൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നില്ല. അന്വേഷിച്ച് ഒരു പരിധി എത്തുമ്പോൾ നിന്നു പോവാ. കേരളത്തിലെ ഗവൺമെൻറ് പ്രതിക്കൂട്ടിലായാൽ അതിൻ്റെ ബെനഫിഷ്യറി കേരളത്തിലെ കോൺഗ്രസും UDF ആണെന്ന് സംഘപരിവാർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ കരുവന്നൂരിലെ കേസ് ഭയങ്കര വിവാദം. അപ്പോൾ ഈ കേസും എവിടെ എത്തുമില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇത് ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് എല്ലാ അന്വേഷണങ്ങളും നിയമ നടപടികളും ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുകയാണ്. എവിടെയാണ് ഇത് തകർച്ച സംഭവിക്കുന്നത്, എവിടെയാണ് ഒത്തുതീർപ്പുകൾ ഉണ്ടാകുന്നത്, അപ്പോൾ ഞങ്ങൾ ഇടപെടും, ഒരു സംശയമില്ല. ഇപ്പോൾ ഷോൺ ജോർജ് എന്നൊരു വ്യക്തി ഒറ്റയ്ക്കാണ് ഈ കേസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ കൊടുത്തൊരു പരാതി അല്ല, അത് പ്രധാനപ്പെട്ടത്. ഞാനത് പറയുന്നില്ല. അത് കൊടുത്ത പരാതിയുടെ പുറത്താണ് അന്വേഷണം വന്നത്. വരട്ടെ, അന്വേഷണം നടക്കുകയല്ലേ. അപ്പോൾ അന്ന് താങ്കൾ ആ അന്വേഷണത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 8 മാസത്തേക്കാണ് അന്വേഷണം. എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു അന്വേഷണം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് സമീപിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമല്ലോ. മുൻപ് സാധിച്ചിട്ടുണ്ട്. അത് പറ്റില്ല. കാരണം കമ്പനി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണം നടക്കുമ്പോൾ ഈ അന്വേഷണമേ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ അന്വേഷണം എവിടെയെങ്കിലും വഴിതെറ്റുവാണെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് കോടതി പോയിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രിക്കെതിരായിട്ട് കോടതി പോകുന്നുണ്ടല്ലോ. പർട്ടിക്കുലർ കേസിൽ എന്തുകൊണ്ട് നിയമവിദഗ്ധരുടെ നിരന്തരമായി ഞങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശ്രീ M. ജയചന്ദ്രൻ, എന്തായാലും ഇവിടെ ഒരു സഹായം കിട്ടുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി അങ്ങനെ ഒരു നിരീക്ഷണമാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ സതീശൻ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം കൂടി ഇപ്പോൾ പ്ലേ ചെയ്തത്. ഇതിൽ സതീശൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ നിയമ നടപടികളിലേക്ക് തന്നെ പോകുമെന്ന്. പക്ഷേ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞതിൽ വാസ്തവമില്ലേ? അങ്ങനെ ഒരു അമാന്തിക്കൽ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് സർക്കാരിന് ഗുണകരമായി. ഇവിടെ ഷോൺ പോയത് കൊണ്ടാണ് ഇത്രയെങ്കിലും സംഭവിച്ചത്. ഒന്നുമല്ല, ഇതൊക്കെ വെൽ പ്ലാൻഡ് ആണെന്നേ. ഇപ്പോൾ സതീശൻ പറഞ്ഞത് അടക്കം വെൽ പ്ലാൻഡ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ കേസ് ശ്രദ്ധിക്കുന്ന ആർക്കും മനസ്സിലാവും. ഇപ്പോൾ ഈ SFIOയുടെ അന്വേഷണം പറഞ്ഞല്ലോ. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിച്ചിട്ട് അവർ അതിവേഗം അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. സബ്മിറ്റ് ചെയ്യുമ്പോൾ പറയാൻ പോകുന്ന ഇതാണ്, ഈ പ്രശ്നത്തിൽ ഇനി വേണ്ടത് സാധാരണ ഈ കേസിൽ മാത്രമല്ല, SFIയുടെ അന്വേഷണമുള്ള എല്ലാ സ്ഥലങ്ങളിലും അങ്ങോട്ടാണ് പോയിട്ടുള്ളത് ഇതുവരെ. ഈ കേസിൽ ഇനി മണി ലോണ്ടറിങ് ഉള്ളതുകൊണ്ട് EDയും മറ്റ് തരത്തിലുള്ള അഴിമതികളുള്ളതുകൊണ്ട് CBIയും ചേർന്നാണ് ഈ കേസ് അന്വേഷിക്കേണ്ടത് എന്ന് സ്വാഭാവികമായി SFIOയുടെ റിപ്പോർട്ട് അങ്ങോട്ട് ചെല്ലും. ശരി, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ ശ്രീ ഷോൺ ജോർജ് ടെലിഫോണിൽ ചേരുകയാണ്. അദ്ദേഹം കോട്ടയത്ത് ഇപ്പോൾ K. സുരേന്ദ്രന്റെ പദയാത്ര ഉണ്ടായിരുന്നത് കൊണ്ട് അതിൽ പെട്ടുപോയി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം തത്സമയം വന്നേനെ സ്റ്റുഡിയോയിൽ. ശ്രീ ഷോൺ ജോർജ്, കർണാടക ഹൈക്കോടതിയിൽ വീണ വിജയൻ നൽകിയിരിക്കുന്ന ഹർജി, അതേക്കുറിച്ച് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ഏത് രീതിയിലുള്ള തടസ്സമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കം? ആദ്യമായി തന്നെ ഞാനൊരു ക്ഷമാപണം നടത്തിക്കോട്ടെ. ഞാൻ കൃത്യസമയത്ത് എത്തിക്കോളാം എന്ന് പറഞ്ഞാണ്, പക്ഷെ പരിപാടി കൃത്യസമയത്ത് തീർന്നില്ല. ഇന്ന് സമാനമായ ഹർജി തന്നെയാണ് KSIDC കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ കേരള ഹൈക്കോടതിയിൽ നിന്നും ഏറ്റ തിരിച്ചടി, അന്വേഷിക്കുന്നതിന് എന്താണ് നിങ്ങൾക്ക് അസ്വസ്ഥത എന്നുള്ള മറുപടി ചോദ്യത്തിൽ നിന്നും ഇവിടെ കാര്യങ്ങളുടെ കിടപ്പ് എന്താണെന്ന് മനസ്സിലായതുകൊണ്ടാകാം അവിടെ ഒരു ജൂറിസ്ഡിക്ഷന്റെ ആനുകൂല്യം പറ്റി ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അവിടെയും മറ്റൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിൽ പോലും മടിയിൽ കനമില്ലാത്തവന് എന്തിനാണ് ഭയപ്പാടെന്നുള്ളത് മാത്രം മനസ്സിലാകുന്നില്ല. അല്ല, ഇത് ഞാൻ പറയട്ടെ, ഈ ജൂറിസ്ഡിക്ഷൻ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണോ നടക്കുന്നത്? ഇപ്പോൾ SFIOയുടെ റെയ്ഡ്, അറസ്റ്റ് ഇതൊക്കെ ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള അഭ്യൂഹം പരന്ന സമയത്താണ് ഇത്തരമൊരു നീക്കം നടന്നത്. അപ്പോൾ ഒരു വലിയൊരു നിയമസംഘം മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? അങ്ങനെ ഒരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? ഞാൻ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും കുറച്ച് കാര്യങ്ങൾ താമസിപ്പിക്കാം, കുറെ വിലങ്ങുനടികൾ അവിടെ ഇവിടേക്ക് ഇടാമെന്നല്ലാതെ ഈ കേസിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഇവർക്കെല്ലാം എതിരെയുള്ള റെക്കോർഡ്സ്, ഇവർക്കെതിരെയുള്ള തെളിവുകൾ കോൺക്രീറ്റ് ആണ്. അതൊന്നും മാറ്റപ്പെടാനോ
ഓൾട്ടർ ചെയ്യാനോ അതിനകത്ത് എന്തെങ്കിലും അപ്രോപ്രിയേഷൻ ചെയ്യാനോ നടത്താനോ ഒന്നും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലെ അന്വേഷണം എവിടെ എത്തുമെന്ന് കൃത്യമായ ബോധ്യമുള്ളതാണ് ഞാൻ. 1-2 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും താമസിപ്പിക്കാനും അറസ്റ്റ് വൈകിപ്പിക്കാനും ഒക്കെ സാധിക്കാം. പക്ഷേ ആത്യന്തികമായി ഈ കേസിൽ കുറ്റക്കാരായവർ നിയമത്തിന് മുമ്പിലെത്തും, പൊതുസമൂഹത്തിന് മുമ്പിലെത്തും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷെ അത് താങ്കളുടെ ഒരു ആത്മവിശ്വാസം, പരാതിക്കാരൻ എന്ന രീതിയിൽ. പക്ഷേ കടമ്പകൾ വലുതാണല്ലോ ശ്രീ ഷോൺ ജോർജ്. ഈ അന്വേഷണം ഒരു തവണ സ്റ്റേ ചെയ്യപ്പെട്ടാൽ പിന്നെയുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അവിടെ ഉണ്ടല്ലോ. പിന്നെ SFIയുടെ അന്വേഷണ റിപ്പോർട്ട് ഏത് രീതിയിലായിരിക്കും എന്നുള്ള കാര്യം അങ്ങനെ ബാംഗ്ലൂർ ഹൈക്കോടതിയാണെങ്കിലും വില കുറച്ച് കാണരുത്. കാരണം ഇവിടെ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല അതിനകത്ത് നിയമപരമായി ഈ വീണയുടെ റിട്ട് നിലനിൽക്കില്ലാത്ത നിരവധി ഘടകങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ എല്ലാം ഞാൻ ഈ മാധ്യമങ്ങളിലൂടെ പറയുന്നത് ശരിയല്ലല്ലോ. വീണയുടെ റിട്ട് അവിടെ നിലനിൽക്കാത്ത നിരവധി കാര്യങ്ങൾ നിയമപരമായുണ്ട്. അതെന്താണ് അത് പ്രധാനപ്പെട്ട കാര്യം എന്താണ് ശ്രീ ഷോൺ ജോർജ്? താങ്കൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാന് എതിർഭാഗം എടുക്കാൻ പോകുന്ന ഡിഫൻസ് ചാനൽ ചർച്ചയിൽ പറയുന്നത് ശരിയല്ലല്ലോ. അതായത് KSIDCക്ക് എന്താണോ ഹൈക്കോടതിയിൽ സംഭവിച്ചത് അത് കർണാടകത്തിൽ നിന്നുണ്ടാകുമെന്നാണോ താങ്കളുടെ പ്രതീക്ഷ? 100% KSIDCക്ക് എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത് അത് തന്നെ അവിടെയും സംഭവിക്കുള്ളൂ. കോടതി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേജിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് ഒരാളെ കുറിച്ച് അറസ്റ്റ് അല്ലല്ലോ, ഒരു അന്വേഷണ ഏജൻസിക്ക് വേണ്ട രേഖകൾ വിളിച്ചു വരുത്തുവാനും അതിന് കൃത്യമായ ചോദിച്ചറിയാനുള്ള അവകാശമില്ലേ? ഇപ്പൊ ഇവരിത്ര നാളും പറഞ്ഞു ആരും അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ പിണറായി വിജയന് എന്തുകൊണ്ട് ഇപ്പോൾ ഭയപ്പാടുണ്ടായി? അപ്പോ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നുള്ള ഏറ്റവും വലിയ വ്യക്തമായ തെളിവാണത്. മാത്രമല്ല KSIDCക്കെതിരെ CMRലും നടത്തിയ KSRTCയും CMRലും നടത്തിയ റെയ്ഡിൽ വീണയിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ എക്സാലോജിക്കിലേക്ക് വിരൽ ചൂണ്ടുന്ന കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ അവർക്ക് ഇപ്പൊ ഈ ആകലത ഉണ്ടായത്. കാരണം 31-ാം തീയതി ഈ ഓർഡർ ഇറങ്ങിയതാണ്, മാധ്യമങ്ങളിലൂടെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം 4 വർക്കിംഗ് ഡേ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും എക്സാലോജിക്കിന് ഈ ആകുലത ഇല്ലായിരുന്നു. ഇപ്പൊ എവിടെ നിന്ന് വന്ന് ഈ ആകുലത? അപ്പോ CMRലും KSIDCയിലും ലഭിച്ച രേഖകൾ വീണയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഈ വിരളി പോയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടിരുന്നു. ഇപ്പോൾ താങ്കളുടെ ഒപ്പമുള്ള ശ്രീ K. സുരേന്ദ്രന്റേതാണ്. അദ്ദേഹം ഈ ഹർജിയെ VD സതീശനുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ഒരു ബന്ധപ്പെടുത്തൽ വരുന്നത്? അങ്ങനെ ഒരു ഒത്തുകളി എന്തിനാണ് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ പോലും BJP ഉന്നയിക്കുന്നത്? അത് ഈ ഘട്ടത്തിൽ ആവശ്യമുള്ള കാര്യമാണോ? ഞാൻ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് കണ്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെങ്കിലും അതിനെ എന്താണെന്ന് അറിയാതെ എനിക്ക് അതിന് മറുപടി പറയാൻ കഴിയില്ല. അല്ല, ഈ കർണാടകത്തിലേക്ക് കൊണ്ടുപോയതിനെ താങ്കൾ സംശയിക്കുന്നത് ഏത് രീതിയിലാണ്? എന്ത് തടസ്സം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്? കേരളത്തില് ഇത് സമാനമായ ഒരു ഹർജി നൽകി. അപ്പോ അത് കേരളത്തിന്റെ ഹൈക്കോടതി നിലനിൽക്കാത്തതുകൊണ്ട് ജൂറിസ്ഡിക്ഷൻ എന്നുള്ള ഒറ്റ ഔദാര്യം, അതായത് വീണയുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. അപ്പൊ ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് അവർക്ക് കർണാടക ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും, ബാംഗ്ലൂർ ഹൈക്കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. ആ ആനുകൂല്യങ്ങൾ എടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഇത് തടസ്സപ്പെടുത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു, അത്രേ ഉള്ളൂ. ശരി ശരി നന്ദി ശ്രീ ഷോൺ ജോർജ്. ശ്രീ M. ജയചന്ദ്രൻ, നിയമ നടപടിയുമായിട്ട് എന്തായാലും ഷോൺ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ അങ്ങനെ മന്ദഗതിയിൽ പോവില്ല എന്ന് തോന്നുന്നു. മറ്റാരും ഈ നിയമ പോരാട്ടത്തിലില്ല, പക്ഷേ ഷോൺ അതിനോടൊപ്പം തന്നെ പിടിച്ചിട്ടുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ. മഞ്ജുഷ, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഷോൺ ജോർജ് ഇപ്പം പറഞ്ഞ കാര്യം ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇത് അവിടെ സ്റ്റേ കിട്ടും എന്ന് പ്രതീക്ഷിക്കാത്ത ആളാണ് ഞാൻ. പക്ഷേ എന്താണ് വേണ്ടത്? എന്തിനാണ് നിങ്ങൾ ഈ അന്വേഷണം ആയിട്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇവർക്കെതിരെ എക്സാലോജിക്കെതിരെ ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്, SFIO പറയേണ്ടത്. അത് പറഞ്ഞാൽ മതി. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, സ്റ്റേയുടെ ആ കാര്യം വരുമ്പോഴത്തേക്ക് പറയാൻ പോകുന്നത്, ഇത് പിന്നെ MCA എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന ഏജൻസിയാണല്ലോ ഈ അന്വേഷണം ഉത്തരവിട്ടത്. ആ അന്വേഷണം തടസ്സപ്പെടുത്തേണ്ട ഒരു കാര്യവും ഹൈക്കോടതിക്കില്ല എന്നേ പറയൂ. അന്വേഷണം നടക്കട്ടെ, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ന്യായമായിട്ടും പറയാം, അത് കോടതി അംഗീകരിച്ചിട്ടുമുണ്ട് എന്നുള്ള നിലയിലേക്ക് വരൂ. അതാണ് വരേണ്ടതും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഐസക്കിന് EDയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി എന്താണോ കൊടുത്തിട്ടുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള ആ ഒരു സംരക്ഷണം, അതേ കാര്യം തന്നെയാണ് വീണയ്ക്ക്
കർണാടക ഹൈക്കോടതിയിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത്. അത് കിട്ടുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ല സ്റ്റേ കിട്ടുമെന്നുള്ളതല്ല. അത് മതിയെന്നേ. പക്ഷെ അത് മാത്രമല്ല വിഷയം ഇവിടെ പിന്നെ താങ്കൾ ചോദിച്ചല്ലോ കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത്. അത് മാത്രമല്ലെന്നേ, കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ലല്ലോ മഞ്ജുഷേ. ഈ 71 പേജുള്ള ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പണം കൊടുത്തത്. ആരാധനാലയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, പണം കൊടുത്തത്. രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്, പണം കൊടുത്തത്. ഈ വീണ വിജയൻ്റെ കാര്യത്തിൽ പിന്നെ അവർക്ക് ക്യാഷായിട്ടല്ല കൊടുത്തിട്ടുള്ളത്, ത്രൂ അക്കൗണ്ടാണ് എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഈ നേതാക്കൾക്ക്, മാധ്യമപ്രവർത്തകർക്ക്, ആരാധനാലയങ്ങൾക്ക് ഒക്കെ കൊടുത്തത് എങ്ങനെയാണ് കൊടുത്തത്? ബൈ ക്യാഷ്. അത് വിശദീകരിക്കേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ വി.ഡി. സതീശനോട് ചോദിച്ചത്. പ്രതിപക്ഷം അത്ര കണ്ട് ഇതിൽ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണോ എന്ന്. അദ്ദേഹം പക്ഷെ അത് സമ്മതിക്കുന്നില്ല. പക്ഷെ ഞാനിവിടെയും കണ്ടില്ല നിയമ പോരാട്ടത്തിന് വേണ്ടി പ്രതിപക്ഷം പോയ കാര്യം. അവിടെ ഷോണിനെ മാത്രമേ മുന്നിൽ കണ്ടുള്ളൂ. ആദ്യം മാത്യു കുഴൽനാടൻ ഉണ്ടായിരുന്നു, പിന്നെ അദ്ദേഹം കുറെ രേഖകളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നു എന്നല്ലാതെ. ഒന്നുകൂടെ ഒരു കാര്യങ്ങളുണ്ട്. അല്ല, ഒരു കാര്യം കൂടെ മഞ്ജുഷ, എന്താണെന്ന് അറിയാം, ഈ 134.57 കോടി രൂപയുടെ ഇഷ്യൂ എന്നുള്ളത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അത് സെറ്റിൽ ചെയ്യുമ്പോൾ അത് 75 കോടിയായിട്ടാണല്ലോ സെറ്റിൽ ചെയ്യുന്നത്. അത് അവരുടെ ആ ഉത്തരവ് ഫൈനലാണ്, അതിന്മേൽ അപ്പീലില്ല. അതാണ് വന്നത്. അങ്ങനെയാണ് പിന്നെ ഇയാളുടെ ശശിധരൻ കർത്തായുടെ മകൻ, അയാളുടെ പേര് ഗോകുൽ എന്നോ രാഹുൽ എന്നോ മറ്റാണ്, ഞാൻ പേര് മറന്നുപോയി ഇപ്പോൾ കേട്ടോ, സോറി. പിന്നെ അയാൾ പിന്നെ ന്യൂസ് 18 തന്നെ, അതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ന്യൂസ് 18 കൊടുക്കുന്ന ഒരു 18 മിനിറ്റ് വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ന്യൂസ് 18 കൊടുത്ത വീഡിയോയിലാണ് പറയുന്നത്, പിന്നെ ഞങ്ങളെ ശിക്ഷിക്കാനോ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ അല്ല ഈ പിന്നെ ഇന്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് ശ്രമിച്ചത്. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തി കറക്റ്റ് ചെയ്യുന്നതിനുള്ള മെഷേഴ്സാണ് അവർ അഡോപ്റ്റ് ചെയ്തത്. ഞങ്ങളത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ആ കറക്ഷണൽ മെത്തേഡ്സ് അനുസരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇനി മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് പോവുക എന്നാണ് ന്യൂസ് 18 തന്ന അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം അതായിരുന്നു. പക്ഷേ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡാണല്ലോ ഈ ക്രമക്കേട് മുഴുവനും കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണല്ലോ അടുത്ത തലത്തിലേക്ക് അന്വേഷണം പോയതും ROC അന്വേഷിച്ചതും ആ ഇടപാട് സെറ്റിൽ ചെയ്തതല്ല എന്ന കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതൊരു ജുഡീഷ്യൽ ബോഡിയാണ്. ഇതൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇദ്ദേഹം പറയുന്നത്. അതെ, സെറ്റിൽ ചെയ്യുമ്പോൾ ഉണ്ടായ കണ്ടീഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ആ കർത്തായുടെ മകൻ പറഞ്ഞത്. അതെന്തും ആവട്ടെ, ഞാൻ അതിനെക്കുറിച്ച് തർക്കിക്കാനല്ല പറഞ്ഞത്. BJP വക്താവ് ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, ഈ കർണാടക ഹൈക്കോടതിയെ വീണ വിജയൻ സമീപിച്ചിട്ടുണ്ട്. അതിൽ താങ്കൾ കാണുന്ന സംശയങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതിനെ സതീശനുമായിട്ട്, വി.ഡി. സതീശനുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. അത്തരമൊരു കാര്യമൊക്കെ സംഭവിക്കുമോ? ഇത് ഈ നിയമ പോരാട്ടത്തിൽ, അതായത് ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള ഒരു മാർഗം എന്ന രീതിയിലല്ലേ, സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിലേക്കല്ലേ ശ്രീമതി വീണ വിജയൻ പോയിട്ടുള്ളത്? ഞാൻ യാത്രയിലാണ്, പല സ്റ്റേറ്റ്മെന്റുകളും കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ പോലും എല്ലാവർക്കും നിയമപരമായിട്ടുള്ള പരിരക്ഷ നേടാനുള്ള അവകാശമുണ്ട്. അവകാശത്തെ മാനിക്കുന്നതോടൊപ്പം ഈ ധൃതി പിടിച്ച് ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മടിയിൽ കനമുണ്ട് എന്ന് തന്നെയാണ് സാമാന്യന മലയാളികളൊക്കെ മനസ്സിലാക്കുന്നത്. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ ഇത്ര ധൃതി പിടിച്ച് ബാംഗ്ലൂരിലെ കോടതിയെ സമീപിക്കുന്നു, ഇവിടെ KSIDC കേരളത്തിലെ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഞാൻ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പിടിക്കപ്പെടും. അവസാന നിമിഷം വരെ, തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, പിടിക്കപ്പെടുന്നതിന്റെ അവസാന നിമിഷം വരെ പരമാവധി ശ്രമിക്കും എന്ന് പറയുന്നുണ്ടല്ലോ. അതുപോലെയാണ് ഇപ്പൊ മുഖ്യമന്ത്രി മകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും അവലംബിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ അതേസമയം മുഖ്യമന്ത്രി ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യങ്ങൾ അത് വാസ്തവ വിരുദ്ധമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ശ്രീ സന്ദീപ് വാര്യർ, ഇതിനു മുൻപും ഇവിടെ നടന്നിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ ഏതാണോ ഈ സംഭവം അതിന്റെ അറ്റം കണ്ടിട്ടില്ല. അതുകൊണ്ടുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. അത് SFIയുടെ അന്വേഷണത്തെക്കുറിച്ചും ഉണ്ടാകുന്നുണ്ട്. ഇത് എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എവിടെയാണ് ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താതിരുന്നിട്ടുള്ളത്? ഇത് ലൈഫ് മിഷൻ കേസിലാണെങ്കിലും മറ്റേ എല്ലാ കേസുകളിലാണെങ്കിലും
ആ അന്വേഷണങ്ങളെല്ലാം ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയാണ്. നിങ്ങൾക്കത് ഇന്ന ഫ്രെയിമിനകത്ത് തീർക്കണമെന്ന് പറയാൻ സാധിക്കില്ല. ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ തരത്തിലുള്ള കറപ്ഷൻ വിഷയങ്ങളാണെങ്കിലും എല്ലാ അന്വേഷണങ്ങളും അങ്ങനെയാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ നിയമ സംവിധാനം, നമ്മുടെ അന്വേഷണ സംവിധാനം ഒക്കെ ഒരല്പം വൈകിയാണ് പല കാര്യങ്ങൾ അന്വേഷിക്കാറുള്ളത്. ലാലു പ്രസാദ് യാദവ് ശിക്ഷിക്കപ്പെടാൻ ദശാബ്ദങ്ങളെടുത്തു. നമ്മുടെ സാഹചര്യത്തിൽ നമുക്കറിയാമല്ലോ, ചിദംബരത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം എത്രയോ കാലമെടുത്തു. അപ്പം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഇന്ത്യൻ പക്ഷെ ആത്യന്തികമായി മോദിജി പറഞ്ഞിട്ടുള്ള ന ഖാവുങ്ക ന ഖാനെ ദൂങ്ക എന്ന അദ്ദേഹത്തിന്റെ നിലപാടുണ്ട്. ആ നിലപാടാണ് ഈ അന്വേഷണത്തിലെല്ലാം വ്യക്തമാവുന്നത്. ഇത്തരത്തിൽ അഴിമതിയും അതുപോലെ തന്നെ കള്ളക്കടത്തും ഒക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, ഒരു മുഖ്യമന്ത്രി, അദ്ദേഹമാണ് വാസ്തവത്തിൽ ഇന്ന് കേരളത്തിന്റെ മുന്നിൽ മറുപടി പറയേണ്ടത്. ഇത്രയും കാലം പലതരത്തിലുള്ള റെട്ടറിക്കുകളുമായി പിടിച്ചു നിന്നു. ഇനി പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല. കാരണം അന്വേഷണം അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്കാണ് വന്നെത്തിയിരിക്കുന്നത്. പക്ഷേ ശ്രീ സന്ദീപ് വാര്യർ, മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യം ശരിയാണ്. പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ പിടിയിലായിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അവിടെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റുകൾ പറയുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, അത് കേൾക്കുന്നുണ്ടല്ലോ താങ്കൾ? അല്ലെ, അത്തരം ആരോപണങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം നോക്കൂ, ഇവിടെ നിങ്ങൾ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നതനുസരിച്ച് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ നേതാവിനെ പോയി അറസ്റ്റ് ചെയ്യുകയല്ല ഉണ്ടായത്. ഇവിടെ അന്വേഷണ സംഘത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് കൊടുത്തിട്ടുള്ളത്. ആ അന്വേഷണ സംഘം നിയമപരമായിട്ടുള്ള സാധ്യതകൾ തേടി അന്വേഷണം നടത്തുകയും തെളിവുകൾ സമാഹരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകും. അതല്ലാതെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ആരെങ്കിലും ഒക്കെ കേസിൽ പ്രതിയാക്കുന്ന പരിപാടി എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനില്ല. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഒരു അന്വേഷണ ഏജൻസിയും കൂട്ടിലടച്ച തത്തയല്ല. സ്വതന്ത്രമായി പ്രവർത്തിക്കാനും അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രൊഗേറ്റീവാണ് ആരെ ഏത് സമയത്ത് അറസ്റ്റ് ചെയ്യണം, കേസിൽ പ്രതിയാക്കണം എന്നുള്ളത്. ശരി, ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന് ശ്രീ സന്ദീപ് വാര്യർ പറയുന്നു. താങ്കളുടെ നിലപാട് എങ്ങനെയാണ്? ഇത് മഞ്ജുഷ, ഇതിനകത്തുള്ള ഒരു നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ടല്ലോ. ജനുവരി 12-ന് ROC ബാംഗ്ലൂർ, ROC ചെന്നൈ, ROC പുതുച്ചേരി, ഈ 3 ROCമാർക്ക് അന്വേഷണ ചുമതല കൊടുത്തിട്ട് 4 മാസത്തിനകം അന്വേഷണം തീർക്കണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും അറിയുന്നില്ല. ജനുവരി 31-ന് അടുത്ത ഓർഡർ ഇറങ്ങുകയാണ്. ഇത് SFIOയ്ക്ക് കൊടുത്തിരിക്കുന്നു. 8 മാസം കൊണ്ട് അന്വേഷണം പൂർത്തീകരിക്കണം. അത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ ഉത്തരവായിട്ട് വരികയാണ്. അപ്പോൾ ആ മറ്റേ 4 മാസത്തെ അന്വേഷണത്തിൻ്റെ ഗതി എന്തായി? അതിൻ്റെ ഈ ടേംസ് ഓഫ് റെഫറൻസ് എവിടെ പോയി? ഈ പുതിയ ടേംസ് ഓഫ് റെഫറൻസ് എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. അപ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഇത് ചെല്ലുന്നത് എങ്ങോട്ടാണെന്നുള്ളത് ഇപ്പോഴേ ഞാൻ പറയുകയല്ലേ. ഇത് ചെല്ലുന്നത് ഈ 8 മാസം എന്നുള്ളതൊന്നും വേണ്ട. SFIOയ്ക്ക് അവരതിവേഗം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ പറയാൻ ഇനി ഇരിക്കുന്ന ഇതാണെന്ന് കൂടെ ഞാൻ ഇപ്പോഴേ പറഞ്ഞല്ലോ. അത് ഇതിൻ്റെ അകത്ത് മണി ലോണ്ടറിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ED, മറ്റു തരത്തിലുള്ള അഴിമതിയുണ്ട്, അതുകൊണ്ട് CBI. അപ്പോൾ EDയും CBI അന്വേഷിക്കണം. അങ്ങനെ SFIOയുടെ അന്വേഷണങ്ങളെല്ലാം ആ നിലയ്ക്കാണ് പോകുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, പുതുതായിട്ട് SFIO വരുന്നൊരു അന്വേഷണത്തിലെ ഗതിയായിട്ടല്ല ഇതിനെ കാണേണ്ടത്. SFIOയുടെ രീതി ആ തരത്തിലാണ്. അവരുടെ അന്വേഷണങ്ങൾ അങ്ങനെയാണ് എത്തുക, അങ്ങോട്ടാണ് എത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഇത് ഈ CMRലുമായി ബന്ധപ്പെട്ട കേസ് EDക്കും CBIക്കും പോകുമ്പോൾ എന്തൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ എന്നുള്ളതൊന്ന് ആലോചിച്ചോളൂ. അത് ഞാനീ പറഞ്ഞ വീണ വിജയൻ്റെയും പിണറായി വിജയൻ്റെയും പ്രശ്നത്തിൽ മാത്രമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ നേതാക്കളുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, പണം വാങ്ങിച്ചതിൻ്റെ കാര്യമാണ് കേട്ടോ. പക്ഷേ ആരാധനാലയങ്ങൾ വാങ്ങിച്ചതിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രകമ്പനങ്ങളായിട്ട് വരുമെന്നേ. അതൊക്കെ BJPക്ക് ഉപകരിക്കുമോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ദോഷകരമായി തീരുമോ എന്നുള്ളതൊന്നും ഇപ്പോഴേ പ്രവചിക്കേണ്ട ആവശ്യമേ ഇല്ല. ഞാൻ തയ്യാറുമല്ല. പക്ഷേ ആ കാര്യങ്ങളിലേക്കൊക്കെ വരും. അതുകൊണ്ടാണ് താങ്കൾ മുമ്പേ ചോദിച്ചല്ലോ, VD സതീശൻ എന്തുകൊണ്ട് മിണ്ടുന്നില്ല. VD സതീശൻ നല്ലൊരു അഭിഭാഷകനല്ലേ, അദ്ദേഹത്തിന് അറിയാമല്ലോ ഇതെങ്ങോട്ടാണ് പോവുക എത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ്. കാരണം മാത്യു കുഴൽനാടൻ പറഞ്ഞു, അതും താങ്കൾ പറഞ്ഞല്ലോ, മാത്യു കുഴൽനാടൻ അസംബ്ലിയിൽ പറഞ്ഞു. പിന്നെന്താണ് ബാക്കി ആരും പറയാത്തത്? സുവ്യക്തമല്ലേ കാര്യം. മാത്യു കുഴൽനാടൻ ആരെയാണ് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്? KC വേണുഗോപാലിനെയാണ്. അത് പിന്നെ ആരാണുള്ളത്? VD സതീശനുണ്ട് അസംബ്ലിയിൽ, പിന്നെ KPCC പ്രസിഡൻ്റുണ്ട്. ബാക്കിയുള്ളവരങ്ങനെ അല്ലെന്ന്. A ഗ്രൂപ്പും I ഗ്രൂപ്പും അവിടെ ഉണ്ട്, വേറെ ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോൾ അവർ ഇതിൻ്റെ അകത്ത് കൊടുക്കാനുള്ള വഴികളിലേക്ക് പോകുന്നു എന്നുള്ളൊരു നിഴലിൽ നിർത്തുന്നു. കൊടുക്കാനുള്ള വഴികളിലേക്ക് പോകുന്നുമല്ല, നിഴലിൽ നിർത്താൻ ഇടയുണ്ട് ഇത്തരം കേസുകൾ എന്നൊരു ധാരണ അവർക്കും ഉണ്ടെന്നേ. അതുകൊണ്ട് അവരൊന്ന് ചവിട്ടിപ്പിടിക്കും.
അത്തരം കേസുകൾ ഇതിനകത്തുണ്ട്. അത് സതീശന് അറിയാം. അപ്പോൾ പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ, ഈ UDF-ന്റെ ചെയർമാനായി ഇരിക്കുമ്പോൾ അങ്ങനെ ആരെയും തള്ളിപ്പറയാൻ കഴിയില്ല അദ്ദേഹത്തിന്. അത് പൊളിറ്റിക്കലി വൈസ് അല്ലല്ലോ. അപ്പോൾ ഒരു വൈസ് പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ആ സ്റ്റാൻഡാണ് സ്വീകരിക്കുന്നത്. അതിലൊന്നും തെറ്റു പറയേണ്ട കാര്യവുമില്ല എന്നാണ് എൻ്റെ പക്ഷം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കളുടെ ഉത്തരം കഴിഞ്ഞതിന് ശേഷമാണ് VD സതീശൻ പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു തുടങ്ങിയത്. താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? സതീശൻ പറയുന്നതിൽ കള്ളമുണ്ടോ? അല്ല, ഞാനിപ്പോൾ ജയചന്ദ്രൻ സാർ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതിനോട് യോജിക്കുകയാണ് ചെയ്യുന്നത്. മാത്യു കുഴൽനാടന് അദ്ദേഹം ശരിയാണ്, അദ്ദേഹം KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് എന്ന് നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പില്ലാത്ത ഗ്രൂപ്പ്, പുതിയ ഒരു സമവാക്യമുണ്ടല്ലോ കേരളത്തിലെ കോൺഗ്രസിൽ, തിരുവഞ്ചൂര് രാധാകൃഷ്ണൻ, മാത്യു കുഴൽനാടൻ, ഇവരൊക്കെ KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പായി, അല്ലെങ്കിൽ കോൺഗ്രസിൽ ഇപ്പോൾ പുതിയതായിട്ട് ഏറ്റവും പ്രബലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രൂപ്പിൻ്റെ ഭാഗം തന്നെയാണ് മാത്യു കുഴൽനാടൻ. പലർക്കും അതറിയില്ല. അത് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ കൃത്യമാണ്. അദ്ദേഹത്തിന് അത് പറയാനുള്ള ഒരു എൽബോ റൂമുണ്ട്, അത് പറയാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് നിരീക്ഷിച്ചതുപോലെ VD സതീശൻ ഇപ്പോൾ A ഗ്രൂപ്പിൻ്റെ I ഗ്രൂപ്പിൻ്റെയും നേതാവ് എന്ന നിലയ്ക്കാണ്, അല്ലെങ്കിൽ മുഴുവൻ പാർട്ടിയുടെയും നേതാവ് എന്ന നിലയ്ക്കാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവ് സ്ഥാനം, UDF ചെയർമാൻ കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ മറ്റ് നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മറ്റ് നേതാക്കൾ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ മുൻ നേതാവായിരിക്കുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ, അദ്ദേഹം ശരിയാണ് ഇതിൽ കൂടുതൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു നിലപാടെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഞാൻ ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞ അദ്ദേഹം പറയാത്തൊരു കാര്യം, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാദം ഞാൻ പറയാം. ഇവിടെ ഷോൺ വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല, താങ്കൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നുവല്ലോ, ഷോണിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് മെസ്സേജ് അയച്ചിരുന്നു താങ്കൾ, പക്ഷെ അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ക്ഷമിക്കുക. അതെ അതെ. അപ്പോൾ ഈ ജനുവരി 31 വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ജനുവരി 31 PC ജോർജും ഷോൺ ജോർജും കൂടി ദില്ലിയിൽ പോയി ഈ പാർട്ടി അംഗത്വം, BJP-യിൽ അംഗത്വം എടുക്കുന്നത്. അന്നേ ദിവസമാണ് നിർമ്മലാ സീതാരാമൻ്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഈ കേസ് SFIOയ്ക്ക് വിടുന്നത്. അതിൽ ശ്രീ ജയചന്ദ്രനോ അല്ലെങ്കിൽ CPM-നോ എന്തെങ്കിലും, അല്ലെങ്കിൽ വേറെ ഈ പൊതു മാധ്യമങ്ങളിലോ ആർക്കെങ്കിലുമൊക്കെ സംശയം എന്തെങ്കിലും തോന്നിയാൽ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അത് വളരെ ഒരു കോയിൻസിഡൻ്റലാണ്, ഭയങ്കര കോയിൻസിഡൻസ് ആണ്. അന്ന് PC ജോർജും ഷോൺ ജോർജും ദില്ലിയിലുണ്ട് ഈ അന്വേഷണ ഉത്തരവ് വരുന്ന ദിവസം. അത് ഷോൺ ജോർജിനോടും PC ജോർജിനോടും ഒക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് SFIO അന്വേഷണം അല്ല, വേറെ ടേംസ് ഓഫ് റെഫറൻസ്, വേറൊരു അന്വേഷണം നിലനിൽക്കെ SFIO അന്വേഷണം പെട്ടെന്ന് അങ്ങനെ വന്നത്, പിറ്റേ ദിവസം നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്ന തിരക്കൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നത് ഇത്തിരി അസ്വാഭാവികത അതിൻ്റെ അകത്തുണ്ട് എന്നുള്ള വസ്തുത ശ്രീ ജയചന്ദ്രൻ ഉൾപ്പെടെ ഉപയോഗിക്കാവുന്ന ഒരു വാദമായിട്ട് ഞാൻ ഇതിൽ ഇടുകയാണ്. ഇനിയിപ്പോൾ ഷോൺ ജോർജിന് അതിനൊരു ഉത്തരം പറയാൻ ഈ ചർച്ചയിൽ തന്നെ അവസരം കിട്ടുമോ എന്നറിയില്ല. പക്ഷെ അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കൂട്ടി വായിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഇവിടെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ മറ്റു പല കാര്യങ്ങളോടും ഞാൻ വിയോജിക്കുന്നു. ഞാൻ തുടക്കത്തിൽ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ചേർന്നത്, ഞാൻ കേൾക്കാത്തതായിരിക്കാം. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കേട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. എന്താണ് താങ്കൾക്കുള്ള വിയോജിപ്പ്? എന്താണ് ഇപ്പോൾ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞ ഏത് കാര്യത്തോടാണ് വിയോജിപ്പ് താങ്കൾക്ക്? എനിക്ക് അദ്ദേഹം പറഞ്ഞ മറ്റ് കാര്യങ്ങളോടാണ് വിയോജിപ്പ്. ഇത് ഈ മറ്റ് എന്താണ് ക്യാഷായിട്ട് വാങ്ങിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ക്യാഷായിട്ടല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാങ്ങിച്ചത്? ഇവിടെ ശ്രീ ജയചന്ദ്രൻ ഒരു കാര്യം, അദ്ദേഹത്തിന് ബൗദ്ധിക സത്യസന്ധത ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു കാര്യം പറയണം. ഈ റിപ്പോർട്ടിൽ പിണറായി വിജയൻ, PV എന്ന പിണറായി വിജയൻ ക്യാഷ് വാങ്ങിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ CPM-ന്റെ അണികളെങ്കിലും അദ്ദേഹം പറയുന്നത് വിശ്വസിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ എഴുതി വെച്ചിട്ടില്ലേ? OC എന്ന ഉമ്മൻചാണ്ടി, RC എന്ന രമേശ് ചെന്നിത്തല, KK എന്ന കുഞ്ഞാലിക്കുട്ടി, IK എന്ന ഇബ്രാഹിം കുഞ്ഞിന്റെ കൂടെ PV എന്ന പിണറായി വിജയൻ മുഴുവൻ പേര് ഉൾപ്പെടെ അദ്ദേഹവും ക്യാഷ് ആയിട്ടല്ലേ, അല്ലാതെ ആദായ നികുതി ഇളവ് കിട്ടാവുന്ന രീതിയിൽ കർത്തയ്ക്ക് CMRL-ന് അത് ടാക്സ് ഡിഡക്ഷൻ കിട്ടാവുന്ന രീതിയിൽ വേണമെങ്കിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാവുന്ന രീതിയിൽ കൊടുക്കാമല്ലോ. അതായത് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ട് പൈസ വാങ്ങിച്ചിട്ടില്ലേ എന്ന് ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറയുമോ? ശ്രീ M ജയചന്ദ്രൻ,
ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷെ PV ആരാണെന്ന് സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. എല്ലാവർക്കും അറിയാം, പക്ഷെ അങ്ങനെ സമ്മതിക്കാൻ തയ്യാറായിട്ടില്ല. അല്ല, ഞാൻ വേറൊരു വിഷയം അങ്ങോട്ട് പിന്നെ ബഹുമാന്യ സുഹൃത്ത് ശ്രീ ആനന്ദ് കൊച്ചുപുഴയുടെ അറിവിലേക്ക് ഞാൻ അങ്ങോട്ട് പറയാം. അതിനൊരു സ്ട്രേറ്റ് ഉത്തരം പറയാമല്ലോ. ഈ അല്ല സ്ട്രൈറ്റ് ആണ് പറയുന്നത്. 2018 ജനുവരി 2 മുതൽ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ബോണ്ട്സ് നടപ്പിലാക്കി. പൊളിറ്റിക്കൽ ബോണ്ടുകൾ നടപ്പിലാക്കി അന്ന് മുതലാണ് 2000 രൂപ കൂടുതൽ ആർക്കും പണമായിട്ട് കൈപ്പറ്റാൻ പറ്റില്ല. പൊളിറ്റിക്കൽ ഫണ്ടിങ്ങിനുള്ള ടൂളാണിപ്പോൾ പിന്നെ ഇലക്ട്രൽ ബോണ്ട്സ്. ഞാൻ ഈ അഹങ്കാരം പറയാമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇത് സംബന്ധിച്ച് 10 ലക്കങ്ങളുള്ളൊരു പരമ്പര ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എഴുതിയ ആളാണ് ഞാൻ. ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഭാഷയിലോ ഇംഗ്ലീഷിലോ അങ്ങനെ ആരെങ്കിലും ചെയ്തതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല കേട്ടോ. ഈയിടെ തൃശ്ശൂർ ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് അതൊരു പുസ്തകത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്, 19 പേജോളം. അപ്പോൾ അത് പ്രകാരം ഒക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇനി വരാനിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? പിണറായി വിജയൻ പറഞ്ഞത് ഞാനായിരിക്കില്ല പിണറായി വിജയൻ ഏതായാലും, അതായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന് പിന്നെ പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ല, മറ്റാർക്കെങ്കിലും ഇല്ല, അദ്ദേഹത്തിന് തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരുടെ പേരും അതിൻ്റെ അകത്തുണ്ട്. അതും പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാണ്. ദൗർഭാഗ്യവശാൽ ഉമ്മൻചാണ്ടി സാർ മരിച്ചു പോവുകയും ചെയ്തു. അത് ഒഴിച്ചാൽ ബാക്കിയുള്ളവരുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കോ അവരുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർക്കോ ഒക്കെ ഉണ്ടാവും. അതിരിക്കട്ടെ. പക്ഷേ ഇതെല്ലാം നിൽക്കുമ്പോൾ പോലും നമ്മുടെ ഈ കോർ കോസ് എന്ന് പറയുന്നത് എന്താണ്? 1.72 crores വീണ വിജയനുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. അതിൻ്റെ അകത്താണല്ലോ ഈ ഫ്രോഡുലൻസ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ മെയിൻ ഫോക്കസ് അതിലേക്കാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷേ അതിലേക്ക് മാത്രമായിട്ട് മെയിൻ ഫോക്കസ് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ആർഗ്യുമെൻറ്റിലാണ് തുടക്കം മുതൽ ഇപ്പോഴും ഞാനുള്ളത്. അതിൻ്റെ അകത്ത് എല്ലാ ഈ ഫ്രോഡുലൻസ് എന്ന് പറയുന്ന എല്ലാ എലമെൻസും അന്വേഷിക്കാൻ അന്വേഷണ ഏജൻസിക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, ഒളിച്ചോടാനും കഴിയില്ല. അതൊക്കെ തിങ്കളാഴ്ചയാണ് കർണാടക ഹൈക്കോടതി ഇത് എടുക്കുന്നതെങ്കിൽ അന്ന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസമാണെങ്കിൽ അന്ന് അതൊക്കെ അവിടെ വരുമെന്നേ, വാദമായിട്ട് വരും. അതിനൊന്നും തർക്കമില്ല. അപ്പോൾ ഇത് ആരൊക്കെയാണോ ഇതിനകത്ത് കുറ്റക്കാരായിട്ടുള്ളത്, ഇത്തരം സീരിയസ് ഫ്രോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പിന്നെ മാതൃകാപരമായി തന്നെ അതിന് നിയമം എന്താണ് അനുശാസിക്കുന്നത്, ആ കുറ്റം അനുഭവിക്കാൻ അതിന് വിധേയരാവാൻ ബാധ്യസ്ഥരാണ് എന്നുള്ള നിലപാടിൽ ഞാൻ ഒരു നഖത്തിന് നീളം പോലും ഞാൻ മാറുകയുമില്ല. അതും ഈ ചർച്ചയിൽ ഞാൻ പറയുകയാണ്. പക്ഷെ നിലവിൽ ഈ കേസിന് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഒരു ഉത്തരം ആവാമല്ലോ എന്ന് അങ്ങനെ കിട്ടിയോ? സ്ട്രൈറ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഞാനാകില്ല എന്നാണ് പറഞ്ഞത് എന്ന് പിണറായി PV ഞാനാകില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞതല്ല. അങ്ങനെയല്ല, പിണറായി വിജയൻ ഞാനല്ല. എന്തായാലും ശ്രീ ജയചന്ദ്രൻ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുന്ന ആളാണ്. വളരെ മുതിർന്ന പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എഴുതിയത് ആ കാര്യവും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. ഇതിൽ ആ 71 പേജുള്ള റിപ്പോർട്ടിൽ കൃത്യമായി PV എന്നാൽ പിണറായി വിജയൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് സ്ഥിരീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് അദ്ദേഹം ചെയ്യുന്നില്ല. എന്തെങ്കിലും അത് ആയിക്കോട്ടെ, എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാം. പക്ഷേ നമുക്ക് അത് വ്യക്തമാണ്, PV എന്നാൽ പിണറായി വിജയനും അത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവാണ്. അത് സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിലുള്ള മറ്റെല്ലാ പേരുകാരും സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഒബ്സർവേഷൻ ആണത്, അല്ല അത് ഫൈൻഡിങ്സ് ആണ്. അല്ല അത് ബൈൻഡിങ് ആണല്ലോ. അപ്പോൾ അതൊരു ഉത്തരവ് എന്ന് പറയുന്നത് തെറ്റുണ്ടോ? ടെക്നിക്കലി ഉത്തരവ് എന്ന് പറയുന്നത് തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജുഡീഷ്യൽ ബോഡിയല്ലേ, അതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയല്ലേ, അർദ്ധ ജുഡീഷ്യൽ ബോഡിയല്ലേ. ടെക്നിക്കലി ഉത്തരവ് എന്ന് പറയുന്നത് തെറ്റുണ്ട്. അതെ അതെ അതെ. അല്ല, ഈ ആ ചർച്ചയ്ക്ക് ഇവിടെ സാങ്കത്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ടെക്നിക്കലി അത് അങ്ങനെ പറയാൻ കഴിയില്ല ആനന്ദ്. ടെക്നിക്കലി അത് പറയാൻ കഴിയില്ല. ഞാനൊരു വക്കീലല്ല, അപ്പോൾ അത് കാരണം എനിക്ക് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു
അത് ഉത്തരവ് എന്ന് പറയണോ അതോ ഫൈൻഡിംഗ് എന്ന് പറയണോ എന്നുള്ളത് ഒരു വക്കീലായിരിക്കും നിർവചിക്കുന്നത്, കൃത്യമായി നിർവചിക്കുക. പക്ഷേ അതിൽ കൃത്യമായി PV എന്നാൽ പിണറായി വിജയൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം കാശ് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലാതെ ഇത് ഇൻകം ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്ന രീതിയിൽ പാർട്ടി ഫണ്ടായിട്ടല്ല വാങ്ങിച്ചിരിക്കുന്നത്. കാശ് വാങ്ങിച്ചിട്ടുണ്ട് ശശിധരൻ കർത്തായുടെ കയ്യിൽ നിന്ന്. മുഖ്യമന്ത്രി കൈ ഉയർത്തിയിട്ട് ഈ കൈകൾ ശുദ്ധമാണ്, എന്താ അദ്ദേഹം ഈ ലൈഫ് ബോയ് സോപ്പിന്റെ പരസ്യത്തിലെ പോലെ ഈ കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അത് പുച്ഛത്തോടെ തള്ളും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ആ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്ന PV എന്നാൽ പിണറായി വിജയൻ. മുഖ്യമന്ത്രി ഇവിടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയേണ്ട ഘട്ടത്തിലാണ്. ഇവിടെ കഴിഞ്ഞ 7 വർഷമായിട്ട് CPM പല വിധത്തിൽ പലതരത്തിലുള്ള മീഡിയ മാനേജ്മെന്റും പലതരത്തിലുള്ള ഈ ഇമേജ് മാനേജ്മെന്റും കിഫ്ബി പോലെയുള്ള വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പണം കൊടുത്തും ഇവിടെ പലതരത്തിൽ ഈ കഴിഞ്ഞ 7 വർഷമായിട്ട് പല മാനേജ്മെന്റുകൾ, ഇപ്പോൾ ഈ നമ്മുടെ സഭ TVയുടെ കാര്യം നോക്കിയാൽ മതി. സഭ TVയുടെ വിഷ്വൽസ് മാത്രമേ മറ്റ് ചാനലുകൾക്ക് കിട്ടുള്ളൂ. പണ്ട് CPM-കാർ സഭ തല്ലി തകർത്തതിന്റെ കേസിൽ ഇപ്പോൾ അഴിയെണ്ണാൻ അല്ലെങ്കിൽ രാജിവെക്കാൻ ബുദ്ധിമുട്ടുള്ള മിനിസ്റ്റർ ശിവൻകുട്ടി പോലും അദ്ദേഹത്തിന് പോലും ഡിഫൻസ് ആകുന്ന രീതിയിൽ ഈ സഭ TVയിൽ കൂടി വിഷ്വൽസ് കൊടുക്കുകയുള്ളൂ. ഇവിടെ ഇൻഫർമേഷൻ എങ്ങനെയാണ് ഈ കൺട്രോൾ ചെയ്യുന്നത്? നരേന്ദ്രമോദി ദില്ലിയിൽ ചെയ്യുന്നത് പോലെ ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാൻ ഇവിടെ എല്ലാ പണിയും ചെയ്തുകൊണ്ടിരിക്കുന്ന CPM അവസാനം ഈ ഒരു അവസരത്തിൽ CPM-ന് ഉത്തരമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീണ വിജയനും 1.72 കോടി കൊടുത്തത് അത് മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടിയ കൈക്കൂലിയാണ് എന്നുള്ളതാണ്. ശരി 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 ശ്രീ M. ജയേന്ദ്രൻ, താങ്കൾ അവസാനിപ്പിക്കുക. എന്താണ് പറയാനുള്ളത്? ഒറ്റ കാര്യം ആനന്ദിനോട് പറയാൻ ഒറ്റ കാര്യം. അനന്ത്, ഈ സഭ TV ഇത് സംപ്രേഷണം ചെയ്യാൻ തീരുമാനിക്കുന്നത് ഏകപക്ഷീയമായി ഗവൺമെന്റ് അല്ല. അത് പ്രതിപക്ഷവുമായി ഉൾപ്പെടെ ചർച്ച ചെയ്ത് അവരുടെ ചില ഡിസെൻഡിങ് നോട്ട് വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രധാനമായിട്ടുള്ളത് ഈ സഭയിലെ പ്രതിഷേധങ്ങൾ കൂടെ കാണിക്കണം. ആദ്യം ഗവൺമെന്റ് അതിന് വഴങ്ങിയിരുന്നില്ല. അപ്പോൾ സഭയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുകയും ഒടുവിൽ ആ ഒരു നിർദ്ദേശം കൂടെ അംഗീകരിച്ചുകൊണ്ടാണ് തീരുമാനമെടുത്ത് സഭ TV തന്നെ അത് കൊടുത്താൽ മതി, മറ്റുള്ള ചാനലുകൾ സഭ TVയിൽ നിന്ന് എടുത്താൽ മതി എന്ന് തീരുമാനിക്കുന്നത് നിയമസഭ ഒന്നാകെയാണ്, അല്ലാതെ സർക്കാർ മാത്രമല്ല. ശരി ശരി അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ M. ജയചന്ദ്രൻ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ ഷോൺ ജോർജ്, ശ്രീ സന്ദീപ് വാര്യർ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: SFIO അന്വേഷണം, വീണ വിജയന്റെ ഹർജി അറസ്റ്റ് ഭയന്നോ? അറസ്റ്റ് ഭയന്നാണെന്ന് 93% പ്രേക്ഷകർ, അല്ല എന്ന് 5%, നിഷ്പക്ഷം 2%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.